പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാന നഗരിയിലെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ രാജേന്ദ്ര ആർലേക്കർ എന്നിവർ സ്വീകരിച്ചു. 45 വർഷത്തെ ഇടതുഭരണം അവസാനിപ്പിച്ച് ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം കൈപ്പിടിയിലൊതുക്കിയ ശേഷം ആ വിജയത്തിന് മാറ്റുകൂട്ടിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തലസ്ഥാന നഗരിയിലെത്തിയപ്പോൾ BJP പ്രവർത്തകരും ആവേശത്തിലാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടേറിയ പോരാട്ടങ്ങൾക്ക് തുടക്കമിടുന്ന ഒരു മെഗാ ലോഞ്ചിംഗ് തന്നെയാണ് ഈ വരവ്. തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം ഏറ്റെടുത്ത് 45 ദിവസത്തിനകം പ്രധാനമന്ത്രിയെ നഗരത്തിലെത്തിക്കുമെന്ന BJP നേതൃത്വത്തിന്റെ വാഗ്ദാനം പാലിക്കപ്പെട്ടപ്പോൾ അധികാരമേറ്റ മേയർ VV രാജേഷിനും ഇത് സന്തോഷത്തിന്റെ നിമിഷമാണ്. മേയറായി ചുമതലയേറ്റതിന്റെ 27ാം ദിനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്ത് എത്തുന്നത്. കേരളത്തിന്റെ വികസനത്തിന് ഇന്നു മുതൽ പുതിയ ദിശാബോധം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വികസിത ഭാരതത്തിനായി രാജ്യം മുഴുവൻ ശ്രമിക്കുകയാണ്. നഗരത്തിലെ പാവപ്പെട്ട കുടുംബങ്ങൾക്കായി സർക്കാർ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കേരളത്തിലെ നഗരങ്ങളിലെ ദരിദ്ര കുടുംബങ്ങൾക്കും ആവാസ് യോജന വഴി വീട് കിട്ടിയെന്നും മോദി പറഞ്ഞു. പുത്തരിക്കണ്ടം മൈതാനത്ത് സംസാരിക്കുകയായിരുന്നു മോദി. എന്റെ സുഹൃത്തുക്കളെ എന്ന് മലയാളത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു മോദിയുടെ പ്രസംഗം. നഗരത്തിന്റെ മുഖഛായ മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സമഗ്ര വികസന രേഖയാണ് മേയർ VV രാജേഷ് പ്രധാനമന്ത്രിക്ക് കൈമാറിയത്. ഇന്ത്യയിലെ മറ്റു നഗരങ്ങളിലെ വിജയകരമായ മാതൃകകൾ ഉൾക്കൊള്ളിച്ച് നിലവിലുള്ള സംവിധാനങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കി തിരുവനന്തപുരത്തെ ഒരു സ്മാർട്ട് സിറ്റിയാക്കി മാറ്റാനുള്ള ബ്ലൂ പ്രിന്റ് കൂടിയായിരിക്കും ഇത്. ഈ വരവ് വികസനത്തിന്റെ വെള്ളി വെളിച്ചം കൂടിയാണ് കേരളത്തിന് സമ്മാനിക്കുന്നതെന്ന് പറയാതെ പറയുകയാണ് BJP. അതേസമയം പ്രസംഗത്തിൽ മോദി തിരുവനന്തപുരം മേയറെക്കുറിച്ച് പറഞ്ഞത് ശ്രദ്ധേയമായി. പരിപാടിക്ക് ശേഷം മേയറുടെ തോളിൽ കൈയിട്ടാണ് മോദി പോയത്. തിരുവനന്തപുരത്തിന്റെ അഭിമാനം, എന്റെ പഴയകാല സുഹൃത്ത് VV രാജേഷ് ഇങ്ങനെയായിരുന്നു അഭിസംബോധന. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റായിരുന്ന VV രാജേഷ് തിരുവനന്തപുരത്ത് BJPയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു. ഇതെല്ലാം മനസ്സിൽ വച്ചായിരുന്നു സുഹൃത്ത് പരാമർശം. വികസനത്തിന്റെ പടവുകൾ കയറാൻ കേരളത്തിന് സമ്മാനങ്ങളുമായിട്ടാണ് പ്രധാനമന്ത്രിയുടെ വരവ്. തിരുവനന്തപുരം, താമ്പരം, തിരുവനന്തപുരം, ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്കുള്ള പുതിയ അമൃത് ഭാരത് എക്സ്പ്രസുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇത് സംസ്ഥാനത്തിന്റെ റെയിൽവേ വികസനത്തിന് ഒരു പുതിയ ഉണർവ് നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വൈകുന്നേരം പുത്തരിക്കണ്ടം മൈതാനത്ത് BJP സംഘടിപ്പിക്കുന്ന പൊതുസമ്മേളനം ജനസാഗരത്തെ സാക്ഷ്യം വഹിക്കും. ഇതിനു മുന്നോടിയായി ഓവർ ബ്രിഡ്ജിൽ നിന്ന് പുത്തരിക്കണ്ടത്തേക്ക് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നഗരത്തെ ഇളക്കി മറിച്ചു. വൻ ജനപങ്കാളിത്തത്തോടെ നടത്തിയ ഈ റോഡ് ഷോ തിരുവനന്തപുരത്തെ BJPയുടെ ശക്തി വിളിച്ചോതുന്ന ഒന്നായി മാറി. കേരളത്തിന്റെ വികസനത്തിൽ കേന്ദ്ര സർക്കാർ കൂടെയുണ്ടാകുമെന്ന സന്ദേശം കൂടിയാണ് ഇതിലൂടെ നൽകുന്നത്. കൂടാതെ അമൃത് ഭാരത് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫും ഇന്ന് തന്നെ നിർവഹിച്ചു. കേരളത്തിനുള്ള അതിവേഗ റെയിൽ പാതയും പ്രധാനമന്ത്രി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. സിൽവർ ലൈന് ബദലായുള്ള ഈ ശ്രീധരന്റെ പദ്ധതിയാണ് പ്രഖ്യാപിക്കുന്നതെന്നാണ് സൂചന. DPR തയ്യാറാക്കുന്ന DMRCക്ക് തന്നെയായിരിക്കും നിർമ്മാണ ചുമതല.